AMMA എന്ന് വിളിക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? AMMA എന്ന് വിളിച്ചാലും അമ്മ എന്ന് വിളിച്ചാലും ഒരു കുഴപ്പമില്ല. അതെന്താണ്? ഫിയോക്കിനെ ഫിയോക്ക് എന്ന് വിളിക്കാം, കിഫ്ബിനെ കിഫ്ബി എന്ന് വിളിക്കാം. അങ്ങനെയല്ലല്ലോ. ഞാൻ ചോദിക്കണ അമ്മയുടെ മെമ്പർ എന്നുള്ള രീതിയിൽ ഞാനും അമ്മയുടെ മെമ്പറാണ്. അമ്മയെ AMMA എന്ന് വിളിക്കുന്നതോട് എനിക്ക് അഭിപ്രായം. അത്തരത്തിൽ നമ്മൾ അബ്രിവിയേഷൻസിന് സാധാരണ AMMA എന്നൊക്കെ വിളിക്കും. നമുക്കതിനെ കൂട്ടിച്ചേർത്ത് അമ്മ എന്ന് വിളിക്കാം, അതിൽ ഒരു തെറ്റുമില്ല. അല്ല, ഞാൻ പറയണേ കിഫ്ബിനെ കിഫ്ബി എന്ന് വിളിക്കുന്നു. അതെ, അബ്രിവിയേഷൻസിന് അങ്ങനെയല്ലേ നമ്മൾ വിളിക്കുക ഇംഗ്ലീഷ്. Why that segregation? What do you think? Why is that segregation? അതായത് കിഫ്ബിനെ കിഫ്ബി എന്ന് വിളിക്കും, ഫെഫ്കെനെ ഫെഫ്കെ എന്ന് വിളിക്കുന്നു, ആൻഡ് ഫിയോക്കിനെ ഫിയോക്ക് എന്ന് വിളിക്കുന്നു. Why when it comes to അമ്മ AMMA? What is your immediate reaction to that? What is the immediate, why people are calling, why channels are calling AMMA? ആര് വിളിച്ച എല്ലാവരും അമ്മ? അല്ല, അതിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. Why they are calling എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, എന്തുകൊണ്ടായിരിക്കും എന്നാണ് ഞാൻ കൂട്ടി വായിക്കാൻ അറിഞ്ഞൂടാത്തോണ്ട് അതായിരിക്കും. കൂട്ടി വായിക്കാൻ അറിഞ്ഞൂടാത്ത ചാനലുകൾക്ക് അങ്ങനെ പറയാം. കറക്റ്റ് ആണ്. പറഞ്ഞു വിട്ടത് ഹൈദരാലിയാണോ? ഞാനാണ് ഹൈദരാലിയെ പറഞ്ഞു കൊടുത്തത് പല കാര്യങ്ങളും. ഇങ്ങനെ ഇരുത്തിയിട്ട് ഹൈദരാബാദ് ട്രാൻസ്ഫർ ആവൂലേ? ഹൈദരാലിയുടെ കാര്യം, ഹൈദരാലി പല കാര്യങ്ങൾ കേൾക്കും, പക്ഷെ ഹൈദരാലിക്ക് തോന്നുന്നതേ ഹൈദരാലി പറയുള്ളൂ. അത് ഹൈദരാലി തന്നെയാ പറയണേ. നിങ്ങൾ എന്തുകൊണ്ട് ഞാൻ മറ്റേ പേരുകളൊന്നും പറയല. വിഷു എന്തോ സ്വാമി ശരണം 2-3 മാസം അല്ലെ 2-3 ദിവസം മുമ്പ് ഞങ്ങൾ ശബരിമലയിൽ പോയി സർവ്വഭാഗങ്ങളും കഴുകിക്കളഞ്ഞു. എല്ലാവരുമായിട്ട് പറയാം, ഞാനും പിഷാരടിയായിട്ട് കുംഭമേളക്ക് പോയില്ല. ഞാൻ ശബരിമല മല കയറുമ്പോഴും ചോദിക്കണമെന്ന് വെച്ച ചോദ്യമാണിത്. എന്താണത്? നിങ്ങൾ ഭയങ്കര സുന്ദരനാണ്, നിങ്ങൾക്ക് അറിയാലോ അത്. അതായത് ഞങ്ങളുടെ ശബരിമലയുടെ ഒരു ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ നോർത്ത് ഇന്ത്യന്ന് ഒരാൾ എനിക്ക് മെസ്സേജ് അയക്കുകയാണ്. ഹൂ ഇസ് ദിസ് ഗുഡ് ലുക്കിംഗ് മാൻ? എനിക്ക് ഇവിടെ മാത്രമല്ല, അപ്പൊ ഞാൻ പറഞ്ഞു ശബരിമലയിലെ PRO ഓഫീസിലെ സെക്യൂരിറ്റിയാണ്, ഞങ്ങളെ തൊഴിക്കാൻ കൊണ്ടുപോയ ഇയാളാണെന്ന് പറഞ്ഞു. സ്റ്റിൽ ഐ വോണ്ട് ടു മീറ്റ് എന്ന്. ഇത് ആൺകുട്ടിയാണോ പെൺകുട്ടി? അപ്പൊ ഞാൻ വളരെ ഇതായിട്ട്, അപ്പൊ ഞാൻ ഇതെങ്ങനെയാണ് അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒറ്റ ചോദ്യം. നിങ്ങളോട് എത്ര പേര് ചോദിച്ചെന്നറിയണം. നിങ്ങള് ഭയങ്കര സുന്ദരനാണ്. എന്റെ ഒരു അഭിപ്രായത്തില് നിങ്ങൾ ഇപ്പോഴുള്ള യങ് സൂപ്പർ സ്റ്റാറുകളുടെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അവരെക്കാളിലൊക്കെ വലിയ സുന്ദരനാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഭയങ്കരമായ സൗന്ദര്യമുണ്ട്, പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾ സൂപ്പർ സ്റ്റാർ ലെവലിലേക്ക് എത്തിയില്ല? എനിക്ക് ഫ്രൈഡേ ഫിലിംസ് എന്നെ വിളിച്ച് 2-3 പടം ചെയ്യേണ്ടതാകുന്നു. ഞാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. സൗന്ദര്യത്തിലേക്കുള്ള വഴിയെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ല അപ്പോഴും? എനിക്ക് തോന്നിയിട്ടില്ല. അതിനകത്തൊരു കാര്യമുണ്ട്. ഇപ്പം അത് പറഞ്ഞായിരുന്നു, അതിനെ കുറിച്ച് നേരത്തെ ഞങ്ങൾ സംസാരിച്ചായിരുന്നു. അപ്പൊ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങൾ സംസാരിച്ചു ഈ കാര്യം എന്തുകൊണ്ട് സൂപ്പർ സ്റ്റാർ ആവുന്നില്ല എന്നുള്ളൊരു ചോദ്യത്തിനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആട് ഫസ്റ്റ് പാർട്ട് നമ്മുടെ അത്ര ഹിറ്റ് ആയില്ലല്ലോ, സെക്കൻഡ് പാർട്ടല്ലേ സൂപ്പർ ഹിറ്റ് ആയത്. അതുപോലെ നമ്മുടെ ചേട്ടന് കപ്പൽ മുതലാളി, ഇനി ഞങ്ങളൊന്ന് ഇതൊക്കെ ചെയ്ത് കുറെ മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് കുറെ സീൻസ് എടുക്കുന്നുണ്ട്. ഇത് കപ്പൽ മുതലാളിയുടെ സെക്കൻഡ് പാർട്ട് ഇറക്കുന്നുണ്ട്. അപ്പൊ അതുവഴിയാണ് ഇനി ഹിറ്റ്. അപ്പൊ അതോടെ തീരുമാനമാവുന്നാണ് പറഞ്ഞത്. അല്ല, നിങ്ങൾ അതിനെ ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ടോ? എന്തുകൊണ്ട് ഇല്ല? അതുകൊണ്ട് വലിയ ദുഃഖമില്ല. മൊത്തത്തിൽ നല്ല ലാഭത്തിൽ ടെലിവിഷനിൽ സൂപ്പർ സ്റ്റാറായി നിൽക്കുമ്പോഴും സിനിമയിലും ഡയറക്ഷനിലും അവിടെ വരെ എത്തിയില്ല എന്നുള്ള ദുഃഖം നിങ്ങൾക്കില്ല? അതിനുകൊണ്ട് എന്ത് ചെയ്യാൻ പോകും? നല്ല ലാഭത്തിലെ വണ്ടി ഓടിക്കൊണ്ടിരിക്കും. ഇത്രയും സുന്ദരനായ നായകനെ, ഇത്രയും സുന്ദരനായ ഒരാളെ വിജയേട്ടൻ എന്തുകൊണ്ട് ഫ്രൈഡേ ഫിലിംസിൽ കാസ്റ്റ് ചെയ്തില്ല? അതിന് മറുപടി പറഞ്ഞു. ഞങ്ങള് അതെ, അപ്പൊ അങ്ങനെ ഒരു ചോദ്യം വന്ന ഞാൻ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇദ്ദേഹം ഒരു നെപ്പോ കിട്ടാത്തോണ്ടല്ലേ പിഷാരടി പിഷാരടിയുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ പിഷാരടി ഡയറക്ട് ചെയ്യുന്ന പടം പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു.
ആട് അത് അഭിനയ സൂപ്പർ സ്റ്റാർ ഇത് വേറെ നായകനായിട്ട് എന്തുകൊണ്ട് ഫ്രൈഡേ ഫിലിം ഹൗസ് സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞ നടനെ ഉപയോഗിച്ചില്ല? ഞാൻ അന്ന് അടികപ്പേ മാറി OTT പടം എടുക്കണില്ല. അപ്പൊ OTT സൂപ്പർ സ്റ്റാർ ആണോ വിശേഷിച്ചിട്ടുണ്ട്? അന്നൊക്കെ OTT ഭയങ്കരമായിട്ട് ബാക്ക് ചെയ്തിരുന്നു. നമ്മൾ എന്തുകൂടായി പറഞ്ഞാലും അവര് കേൾക്കുമായിരുന്നു. ഇപ്പൊ ആരും കേൾക്കുന്നില്ല. അന്നും എടുത്തില്ലല്ലോ. എന്നിട്ട് അന്ന് എന്താ എടുക്കായിരുന്നു? ആ റിസ്ക് ഒക്കെ നമ്മൾ എടുക്കുന്നേ. അജു അപ്പൊ ദർശനോട് ചോദിക്കാം. മുകേഷ് ഏട്ടന്റെ വരുമാനാണ് അല്ലേ? അപ്പൊ ഞാൻ ധ്യാനോട് ചോദിച്ച അതേ ചോദ്യം. ഭയങ്കര സൗന്ദര്യമുണ്ട്, ബോഡിയുണ്ട്. മുകേഷ് ഏട്ടൻ ആരോടും നിങ്ങൾ അഭിനയിക്കണമെന്ന് വിളിച്ചു പറഞ്ഞിട്ടില്ലേ? ഇല്ല, പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? നിങ്ങൾ നമ്മുടെ വീട്ടിലാരും പറയാറില്ല, അതുകൊണ്ടല്ലേ അവരൊക്കെ എങ്ങനെ ഇരിക്കുന്നത്. ഇപ്പൊ അമ്മേനെ കണ്ടു ഇല്ലെങ്കിൽ അവരൊക്കെ ഏത് ലെവലിലെത്തണ്ടേ? അമ്മ, ഞാൻ അമ്മേനെ വിളിച്ചിരുന്നു. ഗംഭീര അഭിനയമാണ് പൊന്മാനിൽ കാഴ്ചവെച്ചത്. എല്ലാവർക്കും ദർശന്റെ അമ്മയാണെന്ന് പോലും അറിയുമോ? അതാണ്, അതായത് മുകേഷ് ചേട്ടൻ ഒരിക്കലും അങ്ങനെ ഒരു O മാധവൻ സാറിന്റെ കുടുംബം, അത് എല്ലാവരും ആക്ടേഴ്സാണ് എന്നുള്ള ഒരു സാധനം ഒരിക്കലും മലയാള ഇൻഡസ്ട്രിക്ക് അറിയുന്നുണ്ട്. അപ്പം അമ്മാവൻ്റെ ഒരു ട്രഡീഷൻ, അല്ലെങ്കിൽ ഇങ്ങനെ മൂവ് ചെയ്യണം, അമ്മാവൻ നിങ്ങളെ ഒരു രീതിയിലും ഹെൽപ്പ് ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്. അല്ല, ഹെൽപ്പല്ല, അത് മാമൻ്റെ അല്ല, എൻ്റെ അമ്മയുടെയും കുഴപ്പമില്ല. എൻ്റെ ഇപ്പം ലോമാധവൻ, ഞാൻ പുള്ളിയുടെ കുഴപ്പമില്ല. പുള്ളി ഞാൻ കുട്ടിക്കാലത്ത് അച്ഛനും അമ്മയും നാടകം അഭിനയിക്കാൻ പോകും. അപ്പം ഞാൻ ഒറ്റയ്ക്കായിരിക്കും വീട്ടിൽ. എന്നെ നോക്കുന്നത്. അപ്പം എന്ത് ചെയ്യൂ? ഞാൻ പറയുന്നത് കരയും. രാവിലെ സിപ്പപ്പ് പോലും കിട്ടാതെ കരഞ്ഞിട്ടുള്ള എത്ര ദിവസങ്ങളോട്ട് പോയി നോക്കുന്നത്. അല്ല, ഞാൻ എൻ്റെ അച്ചാച്ചൻ്റെ കൂടെ ആയിരുന്നു. അച്ചാച്ചനും പിന്നെ അമ്മൂമ്മയുടെ അമ്മയുണ്ടായിരുന്നു വർക്കിമ. അപ്പൊ ഐ വാസ് വിത്ത് ദ ഓൾഡ് പീപ്പിൾ, ബട്ട് കൾട്ട് പീപ്പിൾ ആയിരുന്നു. ഇന്നത്തെ അപ്പൂപ്പന്മാരെ പോലൊന്നും അല്ല. വൈകിട്ട് എല്ലാ ദിവസവും മറ്റേ ഇതിന് എന്തെങ്കിലും മീറ്റിംഗ് കാണും, അത് പോകും. തിരിച്ചു വരുമ്പോൾ ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, പൊറോട്ട ഇറച്ചി വാങ്ങിച്ചു തരണം. അത് മസ്റ്റായിട്ട് അച്ചാച്ചൻ വാങ്ങിച്ചു. എവിടുന്നാണെങ്കിലും അന്നത്തെ പൊറോട്ട ഇറച്ചി എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ മറ്റേ ഇലക്കകത്ത് പൊറോട്ട വെച്ചിട്ട് ഇറച്ചി ഇട്ടിട്ട് വല്ല ഇതിട്ട് അടച്ച ആവിയിൽ. ഇപ്പോഴത്തെ മറ്റേ കിഴി പൊറോട്ടയൊന്നുമല്ല, ഒറിജിനൽ സാധനം. അപ്പൊ അത് കഴിച്ചാൽ ഞാൻ ഇത്രയും വളർന്നത്. അതിന്റെ ഇടയിൽ എനിക്ക് ചാൻസ് വഹിക്കാൻ മറന്നു, സിനിമയിൽ അഭിനയിക്കാൻ മറന്നു, എന്തൊക്കെ മറന്നു. ഇപ്പോഴാണ് എനിക്കൊരു ബോധം വന്നത്. ശേഷമാണ് എനിക്കൊരു ബോധം വന്നത്. സിനിമയിലേക്ക് ഇനിയിപ്പോ എന്തായാലും അഭിനയിച്ചിട്ടുള്ളൂ ബാക്കി കാര്യം. അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടിപ്പോ ഞാൻ പൊറോട്ട അടിക്കാറില്ല. അജു, 2010 നമ്മൾ ഡ്രീം ഹോട്ടലില് ഫോർവേഡ് മാഗസിന്റെ നിവിൻ പോളി, ഇഷ തൽവാർ എല്ലാവരും നമ്മുടെ പടത്തിന്റെ 2012 അല്ലേ? അന്ന് അജു എന്നോട് ഒരു ചോദ്യം ചോദിച്ചു, ചേട്ടാ ഞാൻ എങ്ങനെയാണ് സിനിമയിൽ ചെയ്യേണ്ടതെന്ന്. ഇന്ന് അജു സാറ്റിസ്ഫൈഡ് ആണ്? തീർച്ചയായിട്ടും. റോൾസ് കിട്ടിയത് വെച്ചിട്ട് എൻ്റെ കരിയറിൻ്റെ തുടക്കത്തിൽ അന്ന് വിജയേട്ടൻ ഇമ്മീഡിയറ്റ്ലി എനിക്ക് തന്ന സിനിമയാണ് സക്രിയയുടെ ഗർഭിണികൾ. കിളിപോയി നായകനാണ്. കാര്യം അത് ആക്ച്വലി ഗംഭീര ഒരു സിനിമയാണ് സക്രിയയുടെ ഗർഭിണികൾ. അതില് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ എത്രയോ 2 സ്റ്റേറ്റ് അവാർഡ്. അല്ല, ഞാൻ ചോദിക്കണമെന്ന്, അന്ന് അജു നമ്മളെല്ലാവരും നിവിനുണ്ട്, അന്ന് അജുവിന്റെ ഫസ്റ്റ് നിവിന്റെ കവർ ഇഷയായിട്ട് ഷാനിഷാക്കി എടുത്ത് ഫോർഡ് മാഗസിന്റെ കവറിന് ലോഞ്ച് ചെയ്തത്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.